നമസ്കാരം ഫ്രണ്ട്സ്, കുര്യൻസ് ഫുഡ് പാരഡൈസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെമ്മീൻ പെരളനായിട്ടാണ്. മുളകിട്ട് വറ്റിച്ച ഒരു ചെമ്മീൻ പെരളൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി, ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസും നമുക്കിതിനാവശ്യമില്ല. ചെറിയ ഉള്ളി ഒരു 4-5 പീസ് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, പിന്നെ ഒരു ലേശം ഒരു ചെറിയ 2-3 കപ്പ് വരുന്ന പോലെ കുഞ്ഞ് സ്പൂണ് വരുന്നതിൽ തേങ്ങ കൊത്തി അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 3-4 പീസ് വെളുത്തുള്ളിയും, കുറച്ചൊരു അര നമ്മുടെ വിരലിൻ്റെ നീളം വരുന്ന പോലെ ഇഞ്ചിയും ചതച്ചതല്ല, ചെറുതായിട്ട് ചതച്ചത്, പച്ചമുളക് ഒരു 4 പീസ് ചെറുതായിട്ട് മുറിച്ചിട്ട്, പിന്നെ നമുക്ക് കറിവേപ്പില അത്യാവശ്യമാണ്, കറിവേപ്പില. പിന്നെ ഞാൻ നേരത്തെ പുളി വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുകയാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, ബാക്കി ഐറ്റങ്ങളൊക്കെ നമ്മൾ കിച്ചണിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ഞാൻ അതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ആ എണ്ണ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കടുക് ഇട്ടു. കടുക് ഏകദേശം പൊട്ടാറായി. അപ്പം നമ്മുടെ കടുക് ഏകദേശം ചൂടായി. കടുക് പൊട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലിട്ടു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞ് ആ പച്ചമുളകും കൂടെ ഇട്ടു, കീറി വെച്ച പച്ചമുളക്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി എടുത്ത് ഞാൻ അതിനകത്തിട്ടൊരു ഒരതള് കരിയാപ്പിലയും കൂടെ കൂടി ഇട്ട്. അപ്പോൾ ഏകദേശം ആ കളറും മാറി, ആ മണവും വന്നു. അപ്പോൾ ഞാൻ അതിനകത്തിട്ട് ഒരു 3 പൊടി മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് ഇളക്കി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടുകളെല്ലാം തയ്യാറാക്കാൻ പറ്റും. ഇത്ര സിമ്പിളാണ്. നിങ്ങളത് പരീക്ഷിക്കണം. 2 സ്പൂൺ, 2-2.5 സ്പൂൺ, നമ്മൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ്. എനിക്ക് ഇച്ചിരി കൂടുതൽ എരിവ് വേണം, അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ആ ഒരു വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി ഇങ്ങനെ ഏകദേശം ആ ഒരു മുളകിൻ്റെ കുത്തൽ മണം എല്ലാം പോയി, എല്ലാം നല്ല മണം വരാണെങ്കിൽ ആ എടുത്ത് വെച്ച പുളിയുടെ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പുളി വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു, കുടംപുളി ഒരു 3 അല്ലി, അതിൻ്റെ വെള്ളവും ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് നമ്മളതിനകത്ത് ഇട്ടുക. തേങ്ങാക്കൊത്ത് ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കളറൊക്കെ മാറുന്നുണ്ടോ. അപ്പോൾ അതെല്ലാം തേങ്ങാക്കൊത്ത് എല്ലാം മുളകൊക്കെ പിടിച്ച് അത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന്, അധികം വെള്ളം വേണ്ട, പെരളനായുണ്ട്, ഇത്രയും വെള്ളം എടുത്ത് ഇനി നമ്മൾ തിളയ്ക്കണം. ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെള്ളവും മീനും വെള്ളമെല്ലാം തിളച്ച് വരണം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം തിളച്ച് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പുളി എടുത്തു വെച്ചിരിക്കുന്ന പുളി കീറിയിടുകയാണെങ്കിൽ പെട്ടെന്ന്
എല്ലായിടത്തും പിടിക്കും. ഇല്ലെങ്കിൽ മൊത്തത്തോടെ ഇടാം. അതും ഇട്ട് ഞാൻ ആ കരിയാപ്പില അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനോട്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ഇതൊന്ന് വറ്റണം ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഉപ്പ് അധികം വേണ്ട, കുറഞ്ഞാൽ നമുക്ക് പിന്നെ കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തീ കൊടുത്തിടുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചെമ്മീൻ കറി, നമ്മുടെ ചെമ്മീൻ നമ്മൾ വറ്റിച്ചത് നല്ല ടേസ്റ്റായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം.